ഹായ് നമസ്കാരം. ദാസ് ടൂറിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇരിങ്ങാലക്കുടയിലാണ്. നമ്മുടെ നാട്ടിലെ ഉത്സവം അവിടെ കൊടിയേറി ഇന്ന് കൊടിപ്പുറത്ത് വിളക്കുന്നത്. ശിവേലി കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം കൊടിപ്പുറത്ത് വിളക്കെന്ന് പറയും. ഉള്ളിൽ നിന്ന് അതായത് ദേവനെ പൂജിച്ച് അതുപോലെ തന്നെ ആ കോലം ഒക്കെ ഉള്ളിൽ നിന്ന് പൂജിച്ച് കൊണ്ടുവന്ന് ആനയുടെ പുറത്ത് ഏറ്റി 5 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യും. അതിന് ശേഷമാണ് മറ്റുള്ള കൂട്ടാനകളൊക്കെ വന്നിട്ട് 17 ആനകൾ മൊത്തം നിരന്ന് നിന്നിട്ട് പൂരം ആരംഭിക്കും. ഏകദേശം രാത്രി ഒരു 9 മണി 10 മണിയോടുകൂടിയാണ് ആ പൂരത്തിൻ്റെ ഒരു സമയം വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിറ്റേ ദിവസം കാലത്ത് എല്ലാ ദിവസവും ശിവേലി ഉണ്ടായിരിക്കും. അപ്പോൾ മെയിനായിട്ടുള്ള ആന കോലം വെച്ച ആനയുടെ അപ്പുറം 2 ചെറിയ ആന ഉണ്ടായിരിക്കും. അത് പ്രായത്തിനനുസരിച്ചുള്ള ചെറിയ ആനകളുടെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി അങ്ങോട്ട് 10 ദിവസം കുടമാണിക്ക അമ്പലത്തിലെ ഉത്സവമാണ്. തകൃതിയായിട്ടുള്ള ഉത്സവങ്ങൾ. രാത്രിയിലെ ശിവേലിക്ക് മുന്നേ കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, മദ്ദളപ്പറ്റ് ഒക്കെ പന്തലിൽ നടക്കും. കലാപരിപാടികൾ എന്ന് വെച്ചാൽ 2 സ്റ്റേജിലാണ് പരിപാടി നടക്കുന്നത്. അമ്പലത്തിനകത്ത് മെയിൻ സ്റ്റേജിൽ പൈതൃകങ്ങളായ കലകൾ, ക്ഷേത്ര കലകളായിട്ടുള്ളതൊക്കെ അകത്ത്. പുറത്ത് വരുന്നത് മറ്റുള്ള ബന്ധപ്പെട്ടതായിട്ടുള്ള കലകൾ, ഔട്ട് സൈഡിൽ നിന്നുള്ളതൊക്കെ കലകളൊക്കെ അവിടെ നിന്ന് അവതരിപ്പിക്കും. അപ്പോൾ 2 സ്റ്റേജുണ്ട്. ഈ എല്ലാ പ്രാവശ്യവും ഉണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കഥകളി, എല്ലാ ദിവസവും കഥകളി ഉണ്ട്. 9ാമത്തെ ദിവസമാണ് വലിവിളക്ക്. വലിവിളക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ദീപത്തിൻ്റെ പ്രഭയാൽ ക്ഷേത്രം മൊത്തത്തിൽ വളരെ കളർഫുള്ളായിരിക്കും. ചേരാതിലൊക്കെ ദീപങ്ങൾ വയ്ക്കും. അതുപോലെ തന്നെ ഉണ്ണായി വാര്യയെഴുത്ത് കലാനിലയത്തിൻ്റെ ശ്രീരാമ പട്ടാഭിഷേകം രംഗാവിഷ്കാരം, അതായത് അവസാന ദിവസം പട്ടാഭിഷേകമാണ് ശ്രീരാമൻ്റെ. ആ ഒരു രംഗം കഥകളി രൂപത്തിലൂടെ സ്റ്റേജിൽ അരങ്ങേറും. രാവിലത്തെ ശിവേലി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഓട്ടനുള്ളലുണ്ട്. അതായത് കിഴക്കേ നടപ്പുരയിൽ ഓട്ടനുള്ളലുണ്ട്, ശീതങ്കം തുള്ളലുണ്ടാവും. അതുപോലെ തന്നെ വൈകിട്ട് ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റേജിൽ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പുറത്തെ സ്റ്റേജിൽ ഫുൾ ടൈം കാലത്തൊട്ട് വൈകുന്നേരം 1 വരെ പരിപാടികൾ, തിരുവാതിരക്കളി, അതുപോലെ തന്നെ ഡാൻസ്, പാട്ട്, സംഗീത കച്ചേരി, അങ്ങനെ ഐറ്റംസുകൾ പുറത്തെ സ്റ്റേജിൽ. അകത്തെ സ്റ്റേജിൽ വരുന്നത് ഈ സംഗീത കച്ചേരി, അതുപോലെ തന്നെ നൃത്തങ്ങൾ, കഥക്ക്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അകത്തെ സ്റ്റേജിൽ വരും. തന്നെയല്ല ഈവനിങ്ങിൽ വരുന്ന ഒരു 5-5:30 ആ സമയത്തൊക്കെ വരുന്നത് കുറത്തിയാട്ടം, അതുപോലെ തന്നെ ഒരു ക്ഷേത്ര പൈതൃകങ്ങളായ കുറേ കലകളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറേ കലകൾ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം. വൈകിട്ടൊക്കെ വളരെ സുഖമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഈ ചൂട് സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉണ്ട്. നമുക്ക് രാത്രിയിലത്തെ ശിവേലി കാണാം. പുറത്ത് വരുന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ വാണിഭങ്ങളുണ്ട്. അതുപോലെ തന്നെ നേരം പോക്കിന് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും യന്ത്രൂഞ്ഞാലുണ്ട്. അതുപോലെ തന്നെ വേറെ കുറേ എൻ്റർടൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പുറത്ത് ഉള്ള ദേവസ്വത്തിൻ്റെ പറമ്പുകളിൽ, പുറത്തെ പറമ്പുകളിൽ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കുടമണിക്ക സ്വാമിയുടെ ഈ 10 ദിവസത്തെ ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ കേരള സംസ്കാരത്തിൻ്റെ പൈതൃകങ്ങളിൽ ഒന്നായ ഈ പറഞ്ഞ മാതിരി തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗമായ ഇരിഞ്ഞാലക്കുട, സാംസ്കാരിക നഗരമായ ഇരിഞ്ഞാലക്കുടയിൽ ഈ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഇരിഞ്ഞാലക്കുടയിലെ ഈ കുടമാണിക്യം സംഗമേശൻ്റെ ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറയാൻ വെച്ചാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല. എല്ലാ കാര്യങ്ങളും ഇടപെട്ട് കലകളും അപ്പോൾ തന്നെ എല്ലാ ദേവന കുടമാണിക്യ സ്വാമിയെ പുറത്തേക്ക് എഴുന്നള്ളിപ്പും കാര്യങ്ങളും എല്ലാം കണ്ട് ആസ്വദിച്ച് നമുക്ക് മതി മറന്നിട്ട് അതുപോലെ തന്നെ സംഗമേശൻ്റെ ഈ ഉത്സവത്തിൽ വളരെ സന്തോഷത്തോടു കൂടി കുടമാണിക്യ സ്വാമിയുടെ ഒപ്പം നമുക്ക് നടന്നു നീങ്ങാം 10 ദിവസം.
കട്ട് ചെയ്തേ.